ഇനി കൂർപ്പിച്ച ഞാനിതങ്ങ് കടിച്ചെടുക്കും. തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ തഴുകിയവൻ പറഞ്ഞു. അവൾ അവന്റെ കൈമാറ്റി തിരിഞ്ഞു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവൻ പാനിൽ കിടന്ന ചപ്പാത്തി എടുത്തു മാറ്റി. പരത്തി വെച്ച ചപ്പാത്തിയൊരെണ്ണം പാനിലേക്ക് വെച്ച്. ഞാൻ ചെയ്തോളാം, ഡോക്ടർ അവിടെ പോയിരുന്നു. അത് പറഞ്ഞത് അവനവളുടെ ടോപ്പ് പൊക്കി ഇടുപ്പിൽ അമർത്തിപ്പിച്ച്. ഇനി എന്നെ ഡോക്ടർ എന്ന് വല്ലതും വിളിച്ചാ? അവിടെ വയറിൽ തഴുകി ഒന്നുകൂടി അവൻ അമർത്തി പിച്ചെടുത്തു. ശിക്ഷ ഇതായിരിക്കും കേടോടി, അവളുടെ ഒരു ഡോക്ടർ. അതും പറഞ്ഞ് ചാടിത്തുള്ളി പോകുന്ന അവനെ നോക്കി ഒരു നാണം കലർന്ന ചിരിയോടെ അവൾ അവിടെ നിന്നു. പ്ലേറ്റിൽ അവനുള്ള ചപ്പാത്തി വെച്ചവൾ പെട്ടെന്ന് കിച്ചണിലേക്ക് പോകാൻ നിന്നു. ആദിയുടെ കൈകൾ അവളിൽ പിടിമുറുക്കി. എവിടെ പോവാ? കിച്ചണിൽ. അവനെ അഭിമുഖീകരിക്കാനാവാതെ അവൾ പറഞ്ഞു. വേണ്ട, ഇവിടെ ഇരുന്നേ, എനിക്ക് വാരിത്താ, കൈവയ്യാത്ത. പ്ലാസ്റ്റിക് ഇടത് കൈ പൊക്കി അവൻ വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ മിഴിച്ചു നോക്കി. വലത് കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്? ആ, വലത് കൈക്ക് ഇപ്പൊ ചെറുതായിട്ടൊരു വേദന. നേരത്തെ വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ. ഓ, പെണ്ണിന് സംസാരിക്കാനൊക്കെ അറിയാമല്ലേ. എന്റെ പെണ്ണടുത്തുള്ളപ്പോ വേദനയൊന്നും ഞാൻ അറിയില്ല. വാരിത്താതെയോ, നിന്റെ കൈ കൊണ്ട് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാ. അവൻ സിണുങ്ങി പറഞ്ഞതും അവൾ അവന്റെ കസേരയുടെ അടുത്തായിരുന്നു പ്ലേറ്റിലിരുന്ന ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി അവൻ നേരെ വിറച്ച് നീട്ടി. അവനൊരു പുഞ്ചിരിയോടെ അത് കഴിച്ചു. ചപ്പാത്തി കഴിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ വിരലുകളെല്ലാം അവൻ നുണഞ്ഞെടുത്തു. ഉമിനീരിന്റെ നനവ് അവളുടെ കയ്യിൽ തട്ടിയതും അവളുടെ വിറയിൽ കൂടി. ഹൃദയം ഉച്ചസ്ഥായിൽ ഇടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് വാങ്ങി ചപ്പാത്തി മുറിച്ച് അവൾക്ക് നേരെ നീട്ടി. കഴിക്ക്. ചപ്പാത്തി വായിലേക്ക് വെച്ച് ചവച്ചതും അവൾക്ക് നല്ല വേദനയെടുത്തു. എന്താടാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവൻ ആകുലതയോട് ചോദിച്ചു. എനിക്ക് മതി, വിശപ്പില്ല. വേദനിക്കുന്നുണ്ടോ? അവളുടെ കവളിൽ തഴുകി അവൻ ചോദിച്ചു. സോറി മോളെ. അവൾ അവനെ നോക്കി വിലങ്ങനെ തലയാട്ടി. അവൻ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കി. കുറച്ച് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തൊരു കൈ കൊണ്ട് അവൻ തൊലി പൊളിച്ചു. എന്താ ചെയ്യണേ? ജ്യൂസ് ഉണ്ടാക്കാൻ. മാറിക്ക്, ഞാൻ ചെയ്യാം, കൈ വയ്യാത്തല്ലേ. അവന്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് വാങ്ങി തൊലി നീക്കി അവൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവന് നേരെ നീട്ടി. എനിക്കല്ല, നിനക്കാ. അതും പറഞ്ഞ് ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി. അവന്റെ സ്നേഹവും കരുതലും കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുടിക്കടി. മതി. പകുതിയോളം കുടിച്ചതും അവൾ പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കുടിക്കടി. അവൻ അലറിയതും അവൾ ബാക്കി മുഴുവൻ കുടിച്ചു. ജാറിലിരുന്ന ബാക്കി ജ്യൂസ് ആ ഗ്ലാസ്സിലേക്ക് പകർത്തി അവനും കുടിച്ചു. റൂമിലെത്തിയതും ഭക്ഷണം കഴിക്കാൻ നേരമുള്ള നന്ദിയുടെ വേദനയോടുള്ള മുഖം ഓർക്കി അവന്റെ ഹൃദയം നീറി. അവൻ വലത് കൈയിലേക്ക് നോക്കി. ഈ കൈ കൊണ്ടാണ് ഞാൻ എന്റെ ദേവയെ വേദനിപ്പിച്ചത്. അവൻ ഭിത്തിയിലേക്ക് ആ വലത് കൈ ആഞ്ഞടിച്ച്. ഏറെ നേരം അവനത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ദേവേട്ട. നന്ദിയുടെ ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി. അവൾ പാഞ്ഞവന്റെ അടുക്കിലേക്ക് വന്ന് കൈ പിടിച്ചു നോക്കി. എന്താ ദേവേട്ട ഈ ചെയ്ത്? അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി അവന്റെ കൈയിലേക്ക് വീണു. ചോര പൊടിഞ്ഞിരിക്കുന്ന ആ കൈകളിലേക്ക് നോക്കി അവൾ വിതുമ്പി. എന്താ ദേവേട്ട ഇത്? കൈകളിൽ അവൾ മൃദുവായി തലോടി. ഞാൻ നിന്നെ വേദനിപ്പിച്ചില്ലേ ദേവ, അതിനുള്ള ശിക്ഷയാണിത്. അടികൊണ്ട് വിങ്ങി അവളുടെ കവിളിൽ മൃദുവായി തലോടി അവൻ പറഞ്ഞു. ഞാൻ പറയാതെ പോന്നിട്ടല്ലേ എന്നെ അടിച്ചത്. എനിക്കതിലൊരു കുഴപ്പമില്ല. ദേവേട്ട എനിക്ക് വേണ്ടി സ്വയം ഇങ്ങനെ വേദനിക്കരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. നിനക്ക് വേണ്ടി എന്ത് വേദന ഞാൻ സഹിക്കും ദേവ. അവൻ മനസ്സിൽ മന്ത്രിച്ച് അവളെ നെഞ്ചോരം ചേർത്തു. അവന്റെ കൈകൾ അവൾ കൈകളിൽ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ചു. അവൻ പുഞ്ചിരിയോട് അവളുടെ നെറുകയിലേക്ക് ചുണ്ടുകൾ അമർത്തി. റൂമിൽ നന്ദയുടെ മടിയിൽ കിടക്കിയാണ് ആദി. അവളുടെ കൈവിരലുകൾ അവന്റെ മുടിയിലൂടെ തഴുകി നീങ്ങി. അവൻ ടോപ്പ് പൊക്കി അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. ദേവേട്ട. അവന്റെ താടിയും മീശയും കൊണ്ടിക്കിളിയായി അവൾ പുളഞ്ഞു. അവളുടെ വയറിൽ ചുണ്ടുകൾ കൊണ്ടുരച്ചവൻ മൂളി. ഞാനിപ്പോ വരാം. അവന്റെ തലമാറ്റാൻ ശ്രമിച്ചവൾ പറഞ്ഞു. വേണ്ട, ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അതും പറഞ്ഞ് അവന്റെ ചുണ്ടുകൾ നാഭിച്ചുഴിയിൽ അമർത്തി മുത്തി. അവന്റെ മുടിയിൽ അവൾ കൊരുത്തു വലിച്ചു. അവന്റെ ചൂട് ശ്വാസമേറ്റതും അവളുടെ ദേഹം കോരിത്തരിച്ചു പോയി. അങ്ങനെ തന്നെ കിടന്നവൻ ചെറുമയക്കത്തിലേക്ക് പോയി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൾ മെല്ലെ അവന്റെ തലയെടുത്ത് പില്ലോയിലേക്ക് വെച്ചു. അവന്റെ മുറിഞ്ഞ കൈകളിലും നെറ്റിയിലും മൃദുവായി തലോടി. നെറ്റിയിൽ അമർത്തി മുത്തി അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മാർക്കറ്റിൽ പോയ മോഹനൻ തിരിച്ചു വന്നു. അച്ഛാ. നന്ദ ഓടിപ്പോയി മോഹനന്റെ മാറോട് ചേർന്നു. നന്ദൂസേ. അവളുടെ തലയിലായി അയാൾ തലോടി. ആദ്യം മോൻ എന്നെ വിളിച്ചായിരുന്നു. നീ എന്താ അവിടുന്ന് ആരോടും പറയാതെ വന്നേ? അതച്ഛാ, ദയവേണ്ടി ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്നിട്ട് അവിടെ കുഴപ്പമില്ലല്ലോ? അയാൾ ആകുലതയോടെ ചോദിച്ചു. ഇടത് കൈയിൽ പൊട്ടലായതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്.
റൂമിലുണ്ട്, ഉറക്ക. അയാളൊന്ന് മൂളി റൂമിലേക്ക് പോയി. ദേവേട്ടാ. വേണ്ട മോളെ, അവൻ കിടക്കട്ടെ. ആദിയെ തട്ടി വിളിക്കാൻ പോയ നന്ദയെ നോക്കി മോഹനൻ പറഞ്ഞു. അവന്റെ തലയിൽ തലോടി അയാൾ പുറത്തേക്ക് ഇറങ്ങി. സഞ്ജയുടെ ഫോൺ കോളാണ് ആദിയെ ഉണർത്തിയത്. ഹലോ. ഉറക്കച്ചടവോടെ അവൻ സംസാരിച്ചു. നീ ഇത് എവിടെയാടാ? എന്നോട് തറവാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്റെ പൊടി പോലും ഇല്ലല്ലോ. ആദി ഫോണിൽ സമയം നോക്കി. ഉച്ചയായി. ഇത്രയും സമയമായോ? അവൻ അതും ചിന്തിച്ച് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഇവിടം വരെ വന്നല്ലേ, അച്ഛനെ കൂടെ കണ്ടിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ കമ്പനിയിലേക്ക് പോവാ, ഒരു ഫയല് സൈൻ ചെയ്യാനുണ്ട്. ആ ഓക്കെ. സുമേഷിനോട് കാർ കൊണ്ട് ഇവിടേക്ക് വരാൻ പറയണം. ഓക്കേടാ. നന്ദ റൂമിലേക്ക് വന്ന് കാണുന്നു ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ആദിയാണ്. അവൻ ഫോൺ കട്ട് ചെയ്ത് അവൾ നോക്കി. എന്നെ വിളിക്കാൻ ഞാൻ എന്ത് ദേവ? ക്ഷീണം കാണില്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. അച്ഛനെപ്പോ വരും? അച്ഛൻ വന്നു. വന്നോ? അതും പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി അച്ഛനെ കാണാൻ പോയി. ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മോഹനൻ. അച്ഛനും മോനും സംസാരിക്കാൻ നോക്കി നന്ദ അവിടെ നിന്നു. കുറച്ചേരം അച്ഛനോടത്ത് ചെലവഴിച്ച് ഒരുമിച്ച് ആഹാരം കഴിക്കാനിരുന്നു. കഞ്ഞി മതിയെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നന്ദ കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. കഞ്ഞിയും പയറുതോരനും അച്ചാറും കൂട്ടി അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. കാറും കൊണ്ട് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനോട് യാത്ര പറഞ്ഞവർ കൈലാസം വീട്ടിലേക്ക് തിരിച്ചു. കൈലാസം വീട്ടിൽ കാർ നിർത്തിയതും കാറിൽ നിന്നിറങ്ങാൻ നന്ദ മടിച്ചു നിന്നു. ഹലോ, ഇറങ്ങുന്നില്ലേ? ഷോളിൽ പിടിച്ചിരിക്കുന്ന അവിടെ കയ്യിൽ പിടിച്ച് ആദ്യം ചോദിച്ചു. നന്ദ ഡോറ് തുറന്നിറങ്ങി. ആദ്യം അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. ഹാളിലായി തന്നെ മുതിർന്നവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. മോളെ. നന്ദയെ കണ്ടതും മുത്തശ്ശൻ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു. ആരോടും പറയാതെ എവിടെ പോയതാ മോളെ നീ? മുത്തശ്ശന്റെ അരികിലേക്ക് അവളെ പിടിച്ചിരുത്തി തലയിൽ തഴുകി അയാൾ ചോദിച്ചു. അത് വീട്ടിൽ പോയതാ, അവൾ തലതാഴ്ത്തി പറഞ്ഞു. രാധിക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോൾ ആരോടും പറയാതെ പോയത്? മുത്തശ്ശൻ ചോദിച്ചതിന് നന്ദ മറുപടി ഒന്നും പറഞ്ഞില്ല. ആദി അവർക്ക് എതിർവശത്തായുള്ള സെറ്റിലിരുന്നു. അബി, നീ പോയി എല്ലാവരെയും വിളിച്ചിട്ട് വന്നേ. മുത്തശ്ശൻ പറഞ്ഞതും അഭിറാം തലയാട്ടി അവിടുന്ന് എഴുന്നേറ്റു. കുറച്ചു നിമിഷത്തിന് ശേഷം കൈലാസം വീട്ടിൽ എല്ലാവരും ഹാളിൽ വന്നു. രാധികയെ കണ്ടതും ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. മുത്തശ്ശനോട് ചേർന്നിരിക്കുന്ന നന്ദയെ കണ്ടതും രാധിക പല്ലിറുമി. എത്ര പറഞ്ഞാലും ഇവള് പോവില്ലല്ലോ, നാശം. രാധിക ദേഷ്യത്തോടെ ചുണ്ടുകൂട്ടി പതിയെ പെരുവിരുത്തു. അടുത്തുനിന്ന പൂജ നന്ദയെ നോക്കി പുച്ഛിച്ചിരിച്ചു. രാധികേ. എന്താച്ചാ? ഇവൾ ആരാണെന്ന് നിനക്ക് അറിയില്ലെന്നുണ്ടോ? നന്ദയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശൻ ചോദിച്ചു. അറിയാം. എങ്കിലൊന്ന് പറഞ്ഞേ. അറിയാം, അത് ആദിയുടെ വൈഫ്. അതായത് കൈലാസം വീട്ടിലെ ചെറുമകൾ. അവളെ കുറ്റപ്പെടുത്താൻ നിനക്കതിന് ധൈര്യം വന്നു? രാവിലെ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാ ഞാൻ മൗനം പാലിച്ചത്, അല്ലാതെ നിന്നെ സപ്പോർട്ട് ചെയ്തല്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ നന്ദയോട് പറഞ്ഞു പോയതിന് ക്ഷമ ചോദിക്കണം. അതച്ചാ, ഞാനുള്ളതല്ലേ പറഞ്ഞത്. ഇവള് വലതുകാർ വെച്ച് കയറിയപ്പോഴല്ലേ ആദ്യം മോൻ ആക്സിഡന്റ് പറ്റിയത്. അത്രയും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അവൻ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റണമെങ്കിൽ ഇവളുടെ ജാതകദോഷം ആയിരിക്കില്ല കാരണം. ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ല, സോറിയും പറയില്ല. നന്ദയെ ചൂണ്ടിക്കാട്ടി രാധിക പറഞ്ഞു തീർന്നു. ആദിയുടെ അരികിലിരുന്ന ഫ്ലവർ വേസ് പൊട്ടിച്ചിതറി. നിങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മരുമകൾ പൂജ ഇവിടെ കയറി 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അമ്മ മരിച്ചു വരുന്നല്ലോ, ഓർമ്മയുണ്ടോ അതൊക്കെ? അതപ്പോ പൂജയുടെ ജാതകദോഷമായിരിക്കുമല്ലേ? ആദി ദേഷ്യത്തോടെ അവിടെ മുമ്പിൽ നിന്ന് അലറി. സെറ്റിലിരുന്ന് കണ്ണീർ വാർക്കുന്ന നന്ദയെ കാണുന്തോറും അവന് സമനില തെറ്റി. പൂജയെ പോലെയാണ് ഇവള്. പൂജയുടെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അമ്മയെ കൊന്നല്ലേ ഇവള് പുറത്തു വന്ന്? നന്ദയെ ചൂണ്ടിക്കാട്ടി വീറോടെ രാധിക പറഞ്ഞു കഴിഞ്ഞത് ആദിയുടെ കൈ അവരുടെ കവിളിൽ പതിഞ്ഞു. ആദി! രാമകൃഷ്ണൻ അലറി. ആളിരുന്ന എല്ലാവരും നിമിഷം നടുങ്ങി. രാധിക അടികിട്ടിയ കവിൾ പൊത്തിപ്പിടിച്ച് പകപ്പോടെ അവനെ നോക്കി നിന്നു. നീ എന്താ നീ ചെയ്ത്? നിന്റെ വല്യമ്മയാണവള്. മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല നിനക്ക്? എന്റെ ഭാര്യ അടിക്കാൻ നിനക്കതിന് ധൈര്യം വന്നു? രാമകൃഷ്ണൻ അവന്റെ കോൾ പിടിമുറുക്കിയതും ആദ്യ ബലമായി അയാളുടെ കൈ തട്ടിമാറ്റി. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ എനിക്കറിയാം. അതാരും ആദ്യം പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇവർക്ക് ഞാൻ പലതവണ വാണിംഗ് കൊടുത്തിട്ടുള്ള, എന്നിട്ടും അടങ്ങിയില്ല. ഞാൻ ചെയ്തതിലൊരു തെറ്റും കാണുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരിക്കാൻ എന്റെ നട്ടെല്ലാവർക്കും ഞാൻ പണം വെച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ കേട്ടില്ല അച്ഛ, ഞാൻ അവന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. രാധിക വിഷമത്തോടെ മുത്തശ്ശിനോട് പറഞ്ഞു. അടുത്തിരുന്ന് കരയുന്ന നന്ദയെ മുത്തശ്ശി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച്. ഞാൻ തരാനിരുന്നതാ അവൻ തന്നത്. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം ഇവിടെ വേണ്ട. നന്ദമോളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തികളും ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴേ ഇവിടുന്ന് പടിയിറങ്ങാം. എന്റെ ഭാര്യ അവൻ അടിച്ചിന് അച്ഛനൊന്നും പറയാനില്ലേ? ഇന്നലെ വന്ന ഇവളാണോ ഇപ്പൊ എല്ലാവർക്കും വലുത്? നിന്റെ ഭാര്യയുടെ നാവിന് അതൊന്നും കിട്ടിയാ പോരാ. ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടല്ലേ ആദിയുടെയും നന്ദയുടെയും കല്യാണം ഉറപ്പിച്ച മുതൽ ഞാൻ കാണുന്നതാ ഇവളുടെ പ്രശ്നം.
നന്ദമോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല രാധിക. മുത്തശ്ശൻ അവസാന തീരുമാനം അറിയിച്ച് അവിടുന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. രാധിക നന്ദയും ദേഷ്യപ്പെട്ട് നോക്കി ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയി. നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? എല്ലാവരുടെയും മുമ്പിൽ വെച്ച അവൻ ആദ്യം എന്നെ തല്ലിയത്. നിനക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നല്ലേ, പിന്നെ വടി കൊടുത്ത് അടിവാങ്ങാൻ പോയത് എന്തിനാ? ഓ, ഇപ്പൊ കുറ്റം എനിക്കായോ? നിങ്ങൾക്ക് കഴിവില്ലായിട്ടാ അവൻ എന്നെ അടിച്ചത്. രാധികെ മതി, ഓരോന്ന് പറഞ്ഞ് നീ പ്രശ്നം വലുതാക്കണ്ട. ഇനിയെങ്കിലും നീ ഒന്ന് അടങ്ങിയിരിക്കും. അതും പറഞ്ഞു രാമകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പ്രീതി അവിടേക്ക് വന്നു. ആ പ്രീതി മോളെ, നീ എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേയുള്ളൂ ആന്റി. നീ ഇവിടുത്തെ സംഭവമൊക്കെ അറിഞ്ഞു? ആദ്യമായി നന്ദേ പൊക്കിക്കൊണ്ട് നടക്കുക അവിടെ എല്ലാവരും. രാധിക സംഭവിച്ചെല്ലാം പ്രീതിയോട് പറഞ്ഞു. ഇന്നലെ കയറി വന്ന് അവൾക്ക് വേണ്ടി ആദ്യം ആന്റി അടിച്ചോ? ആകെ നാണം കിട്ടു. അവൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്. എന്നേക്കുമായിട്ട് അവൾ ഇവിടുന്ന് ഇറക്കാനുള്ള പണി നമുക്ക് കൊടുക്കാം. പ്രീതി പറഞ്ഞതിന് രാധിക ഒന്ന് അമർത്തി മൂളി. ദേവാ സ്റ്റോപ്പ് ഇറ്റ്, കുറെ നേരായി. കട്ടിലെ ഏങ്ങലടിച്ച് കരയുന്ന അവൾ നോക്കി ദേഷ്യത്തോടെ ആദ്യം പറഞ്ഞു. അവളുടെ കരച്ചിൽ വീണ്ടും കൂടിയതും ആദ്യം ഒന്ന് ദേഷ്യം നിയന്ത്രിച്ച് അവളുടെ അരികിലായിരുന്നു. ദേവാ, വല്യമ്മ അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി. അവരെന്തെങ്കിലും പറഞ്ഞിങ്ങനെ ഇരുന്ന് കരയാൻ പാടുണ്ടോ? പെൺകുട്ടികളായ കുറച്ച് ബോൾഡ്നെസ് വേണം. അവരെന്ത് പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് വളാവുന്നു. അതവരുടെ വിജയവും നമ്മുടെ പരാജയവുമാണ്. അവളുടെ കണ്ണീർ തുടച്ചു നീക്കി ആദ്യം പറഞ്ഞു. ദേ നോക്കിക്കേ. ആദ്യം അവളുടെ മുഖം പിടിച്ചു ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്റെ കുഞ്ഞൂസ് ഗോൾഡ് അല്ലേ? അല്ലെങ്കിൽ എനിക്കാ നാണക്കേട്. ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കരുത്. മൂളിയാ പോരാ, പാലിക്കണം. പാലിക്കാം. ഗുഡ്. അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഈ കണ്ണിങ്ങനെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അവളുടെ കൺപോളയിൽ ചുണ്ടുകൾ അമർത്തി അവൻ പറഞ്ഞു. നന്ദയുടെ മുഖത്തൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ദേവാ. അവളുടെ ചുണ്ടിൽ തള്ളുവിരൽ കൊണ്ട് തഴുകിയവൻ വിളിച്ചു. അവൾ പകപ്പോടെ അവനെ നോക്കി. ഒരു കണ്ണിറുക്കി കാണിച്ചവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു. അവളുടെ കണ്ണുകളും മിഴിഞ്ഞു. കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി അവൻ നുണഞ്ഞു. അവന്റെ നാവ് അവളുടെ കീഴ്ചുണ്ടിൽ ഇഴഞ്ഞു. ചെറുതായി വിടർത്തിയ അധരത്തിലൂടെ അവൻ നാവിനെ കടത്തി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. കൈകൾ ബെഡിലായി മുറുകി. അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ വയറിലാകെ പരതി നടന്നു. ചുംബനത്തിന് തീവ്രതയേറിയതും അവന്റെ കൈകൾ മെല്ലെ മുകളിലേക്ക് കയറി അവളുടെ മാറിലായി അമർത്തി. അവളൊന്ന് പിടഞ്ഞു. അവന്റെ കൈകളുടെ മുറുക്കം കൂടി. പെട്ടെന്ന് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടോ. നന്ദൻ ഞെട്ടലോടെ വാതിൽ ഭാഗത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൾ ആദ്യം പിടിച്ചു മാറ്റി. എന്താ ദേവ? അവൻ പരിഭവത്തോടെ ചുണ്ടുകൂർപ്പി ചോദിച്ചു. അവൾ ഡോർ ഭാഗത്തേക്ക് കണ്ണുകൾ കാണിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന പ്രീതിയെ കണ്ടതും ആദിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എന്താ പ്രീതി ഇത്? ഒരു റൂമിൽ കയറി വരുന്നതിന്റെ മാനേഴ്സ് അറിയില്ല നിനക്ക്? സോറി ആദി, നീ മാത്രമേ ഉള്ളൂ എന്ന് കരുതി. ഇവിടെ കയറി ഇറങ്ങാൻ ഞാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. ദേഷ്യം വന്ന പ്രീതി മുഷ്ടി ചുരുട്ടി അടക്കി. നന്ദയുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന അവൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം തന്നെയായിരുന്നു. നന്ദ ആദിയുടെ തോളിലായി പിടിച്ച്. എന്തിനാ വന്നേ? ആദി ദേഷ്യം നിയന്ത്രിച്ച് ചോദിച്ചു. നിനക്ക് എങ്ങനെയുണ്ടെന്നറിയാം. കുഴപ്പമില്ല. ആദി അലസമായി മറുപടി നൽകി. പൊട്ടലുണ്ടോ കയ്യില്? നന്ദയ്ക്കെന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ പ്രീതി, പൂജയുടെ അനിയത്തിയാ. അതിന് നന്ദയൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ശരി, പിന്നെ കാണാം. ആദിയുടെ താല്പര്യമില്ലായ്മ കണ്ട് പ്രീതി പെട്ടെന്ന് തന്നെ തിരികെ ഇറങ്ങി. അവൾ ഇറങ്ങിയതും ആദി ദേഷ്യത്തോടെ ഡോർ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. തന്റെ മുഖത്തിനടിയേറ്റ കണക്ക് പ്രീതിക്ക് തോന്നി. അവരുടെ റൂമിൽ ചെന്നപ്പോൾ കണ്ട ദൃശ്യം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. മുടിയിലൂടെ വിരലുകൾ കടത്തിയവൾ കുറച്ചു നേരം നിന്നു. അടഞ്ഞുകിടന്ന വാതിൽ നോക്കി അവൾ പുറത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് രാധിക. പാർക്കിംഗ് ഏരിയയിൽ പോയി കാറിൽ കയറാൻ നേരത്ത് പിറകിലായി ഒരാൾ വന്ന് അവരുടെ മൂക്കിലേക്ക് ഒരു മരുന്നടുപ്പിച്ചു. അവർ ബോധം കെട്ട് തളർന്നു വീണു. കണ്ണുകൾ വലിച്ചു തുറന്ന രാധിക പേടിയോടെ ചുറ്റും നോക്കി. കൈകൾ ബന്ധിച്ച നിലയിൽ ഒരു കസേരയിലാണ് അവർ ഇരിക്കുന്നത്. അവർ ഉണർന്നു ഡോർ തുറന്ന് ആദ്യം അകത്തേക്ക് വന്നു. അവന്റെ വേഷവും ഭാവവും കണ്ട് രാധിക ഭയം കൊണ്ട് വിറച്ചു. ആദി, നീ എന്തിനാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? അഴിച്ചുവിട്. കസേരയിൽ കിടന്ന് കൈകൾ ബലമായി തിരിച്ചുകൊണ്ട് രാധിക പറഞ്ഞു. അഴിച്ചുവിടാനാണെങ്കിൽ കെട്ടിയിടേണ്ട കാര്യമില്ലല്ലോ വല്യമ്മേ. സമയമാവുമ്പോ ഞാൻ തന്നെ അഴിച്ചുവിട്ടോളാം. നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? കാണാൻ പോകുന്ന പൂരെന്തിനാ പറഞ്ഞറിയിക്കുന്നത്? അവനൊരു പുച്ഛച്ചിരിയോടെ പറഞ്ഞ് അടുത്തിരുന്ന ടേബിളിൽ നിന്ന് മരുന്നെടുത്ത്. അവന്റെ ഓരോ നീക്കങ്ങളും അവർ പകപ്പോടെ നോക്കി നിന്നു. അവന്റെ കയ്യിലിരുന്ന സിറിഞ്ചിലേക്കും അവന്റെ മുഖത്തേക്കും അവർ മാറി മാറി നോക്കി. ഭയം കൊണ്ട് അവർ വിറച്ചു. ഇങ്ങനെ ഒരു ഭാവം അവരാദ്യം മുമ്പെങ്ങും കണ്ടിട്ടില്ല. ഈ മെഡിസിൻ ഉണ്ടല്ലോ, മനുഷ്യ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ നിമിഷങ്ങൾക്ക് ശേഷം അയാളുടെ BP കൂടും. ഹാഫ് പാരലൈസ് ആവും. സംസാരശേഷി നഷ്ടമാവും. പിന്നെ ആജീവനാന്ന് കിടക്കയിൽ കിടക്കാം. ആദ്യം ഇതൊക്കെ തന്നോട് നിന്ന് പറയുന്നോർത്ത് രാധിക പകച്ചിരുന്നു.
ഇത് നിങ്ങൾക്കുള്ള എൻ്റെ ചെറിയൊരു സമ്മാനം. അത് ഞാൻ എന്തു ചെയ്തു? ഭയം കൊണ്ട് അവരുടെ ശബ്ദം ഇടറിപ്പോയി. നിങ്ങളൊന്നും ചെയ്തില്ലേ? എൻ്റെ ദേവക്ക് ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നെ കാണാൻ കാത്തിരുന്ന പെണ്ണിനെ നിങ്ങൾ ഈ കൈ കൊണ്ടല്ലേ തട്ടി അകറ്റിയത്? അത് നിനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്കങ്ങനെ സംഭവിച്ച അവിടെ തെറ്റെന്താണ്? അവൻ ദേഷ്യത്തോടെ അലറി. രാധിക പേടിച്ചു പോയി. ദാ ഈ മരുന്ന് നിങ്ങൾക്കുള്ളൊരു ചെറിയ സമ്മാനമാണ്. അത് ഞാൻ നിന്റെ വല്യമ്മയാ. അതെനിക്കറിയാലോ. അതുകൊണ്ടാ മരണശിക്ഷ ഞാൻ നൽകാത്തത്. ഇനിയുള്ള കാലം ഒരു ബെഡിൽ കിടക്കാം. പരസഹായം കൂടാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് എൻ്റെ പെണ്ണിനെതിരെ ദൂഷിച്ച ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിയില്ല. നിങ്ങളുടെ കൈകൾ ഇനി അവളെ തള്ളിമാറ്റാനായിട്ട് ഉയരില്ല. എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് പകരം അവളുടെ ഭർത്താവ് ആദിദേവ് നിങ്ങൾക്ക് തരുന്ന സമ്മാനം. ഇനി നിങ്ങൾ തളർച്ചയോടെ ഒരു ബെഡിൽ കിടന്ന് കണ്ണീർ വാർക്കണം. എൻ്റെ പെണ്ണി 2 ദിവസം കൊണ്ട് അനുഭവിച്ച കണ്ണീരിന് പകരം. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി ഒന്നും ആവർത്തിക്കില്ല. പ്ലീസ് ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നിട്ടുള്ളതാ. ഇനിയില്ല. ഈ കാര്യത്തിൽ ആദ്യം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ആദ്യം ഉടനെ ഫോൺ എടുത്ത് ആരെയും വിളിച്ചു ഒരാൾ അവിടേക്ക് വന്നു. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ പാടായതുകൊണ്ട് മെഡിസിൻ ആദ്യം അയാളെ ഏൽപ്പിച്ചു. ആദ്യ രാധികയുടെ ഫ്രണ്ടിലുള്ള കസേരയിലായിരുന്നു. ആദ്യ സോറി, പ്ലീസ് നീ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ഇനി നന്ദി വിഷമിപ്പിക്കില്ല. ഒന്നും പറയില്ല. കണ്ണീരോട് അവർ പറഞ്ഞു. നിങ്ങൾ ഇനി പറയില്ലെന്നും പറഞ്ഞ എൻ്റെ പെണ്ണിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് മറുപടി ആവില്ലല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നും പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. നിങ്ങളുടെ കണ്ണീരിന് മുമ്പിൽ ആദ്യം ഒട്ടും മുടക്കുകയില്ല. അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അയാളെ നോക്കി ഇഞ്ചക്ട് ചെയ്യാൻ കണ്ണു കാണിച്ചു. ഹേയ് നോ! അയാൾ മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചതും രാധിക കസേരയിൽ നിന്ന് കുതിരാൻ തുടങ്ങി. ഒരു സൈഡിൽ വന്ന് ആദ്യ ഫലമായി അവരെ പിടിച്ചിരുത്തി. അയാൾ മരുന്ന് ഇഞ്ചക്ട് ചെയ്തു. കുറച്ച് നിമിഷത്തിന് ശേഷം രാധികയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. അവരുടെ നെഞ്ചിലിപ്പ് കൂടി. നെഞ്ചിലേക്ക് വല്ലാത്തൊരു വേദന പടർന്നു കയറി. മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ആദി പ്ലീസ് ഹെൽപ്പ് മീ. വേദന എടുക്കുന്നു. ഉറപ്പായി ഞാൻ രക്ഷിക്കും വല്യമ്മേ. പെട്ടെന്ന് അവർ ബോധം പറഞ്ഞു വീണു. ഷിഫ്റ്റ് യുവർ ടു AV ഹോസ്പിറ്റൽ. ആദ്യം അടുത്തുനിന്ന് അയാൾക്ക് ആജ്ഞ നൽകി പുറത്തേക്ക് ഇറങ്ങി.